മുരുകഭക്ത സംഗമം സമാപന സമ്മേളനത്തിൽ VHP അഖില ഭാരതീയ സെക്രട്ടറി സംഘടനാ സെക്രട്ടറി G. സ്ഥാണുമലയൻ സംസാരിക്കുന്നു. തത്സമയം കുമാരകോവിലിൽ നിന്ന് വന്നിരിക്കുന്ന സ്വാമിജി ഇവിടെ പൂജിപ്പിക്കുന്ന സ്ഥലമാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലം എന്നാണ് തോന്നുന്നു. 1835 ശേഷം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറിയതിന് ശേഷം പത്മനാഭപുരവും വേണാടും ഒക്കെ ചേർന്നിരുന്ന പ്രദേശത്തുള്ള പൂർവികർ ആ സങ്കല്പവും ആ നമ്മുടെ സംസ്കാരവും നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂജ സ്ഥലമാണ് ഇവിടം. അപ്പോൾ നമ്മളെല്ലാം പൂജ ചെയ്യുന്നവരാണ്, പൂജാരിമാരാണ്, ഇവിടെ വരുന്നവരൊക്കെ പൂജക്കാരാണ്. അപ്പോൾ സ്വാമിജി ഒരു വിഷയം പറഞ്ഞു, അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ നിങ്ങൾ തൊട്ട് ചിന്തിച്ചിട്ടുണ്ടോയെന്ന്. ഇതിൽ തമിഴ് ആചാരക്കോവ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ ആചാരം ചെയ്യണമെന്നുണ്ട്. ഒരു ചെറിയ പാട്ടാണ്, തമിഴ് പറയാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. തിരുവനന്തപുരത്താരുടെ മലയാളമേ ഒരു തമിഴ് കലർന്നതാണല്ലോ എന്നെപ്പോലെ. വൈകരയാമം തുയിൽ എഴുന്ത്, എന്താ വൈകരയാമം തുയിലെഴുന്ത്, പത്മതീർത്ഥമേ ഉണരൂന്ന് പാടുന്നില്ല, അതേപോലെ വൈകരയാമം തുയിലെഴുന്ത് താൻ ചെയ്യും നൽ അറമും ഒൻപൊരുളും ചിന്തിത്ത്. നീ ചെയ്യേണ്ട നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, അടുത്ത സെൻറ്റൻസാണ് ഏറ്റവും വലുതായിട്ട് പറഞ്ഞു, വായ്വതിൻ തന്തയും തായും തൊഴുതെഴുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനെയും തൊഴുത് എണീക്കുക എന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, പക്ഷേ എനിക്ക് ദിവസം എൻ്റെ അച്ഛനെ അമ്മയെ ഓർമ്മിക്കാൻ സാധിക്കുമോ? രാവിലെ എണീക്കുമ്പോൾ സാധിക്കുമോ? സാധിക്കില്ലേ? ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ദുബായിലാണ് പോയിരിക്കണമെന്ന് വെച്ചോ, ഏതോ കാരണത്തിന്, തൊഴാൻ സാധിക്കുമോ? മനസ്സുകൊണ്ട് സാധിക്കും. പക്ഷേ ജീവനോടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ യദ്യതാ ചരതി ശ്രേഷ്ഠ തത്വദേവോ തരോജനക. നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്യാനെ കൊണ്ടുള്ള ആളുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഗർഭാവസ്ഥയിൽ നിന്നുള്ള ഒരു കുടുംബ സങ്കല്പമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ പലർക്കും ഈ സീമന്തം, ജാതകർമ്മം, വംശവനം ഒന്നും അറിയില്ല. കാരണം അതൊക്കെ ചെയ്താൽ കൊണ്ടതൊരു മോശമായിട്ടുള്ള ഒരു വിദ്യയാണെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനമായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വിവാഹ ആശീർവാദത്തിൽ പറയുന്ന മന്ത്രമുണ്ട്, ധനം ധാന്യം പശും ബഹുപുത്ര ലാഭം ശതമാനം. ധനം വേണോ? അതിനൊരു പേര് ഇവിടെ ഉണക്കാം, ശ്രീധനം ഒന്നോ ഏതെങ്കിലുമൊക്കെ ധനം വയ്ക്കാം. ധാന്യം കഴിക്കാൻ വേണ്ട. നമ്മുടെ നാട്ടിൽ സ്വത്തെന്ന് പറയുമ്പോൾ പശുവാണ്. ഇവിടെ ഞാനൊരു വിഷയം ഓർമ്മിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെ മൊത്തം പ്രശ്നം പശുവാണ്.